ഏയ്, അവിടെ പോയോ? പോയോ? ഫക്ക്. എന്റെ പൊന്നാണ്. ഒരു ട്രേഡ് ആൻഡ് ട്രേഡ് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുന്നേ ഒരു സപ്പോർട്ട് എടുത്തു. കുറച്ച് ബയേഴ്സ് എടുക്കുന്നു. അപ്പോൾ അവരെ സെൽ കഴിഞ്ഞ ജസ്റ്റ് ഇവിടുത്തെ ആൾക്കാരെ സെല്ലിൽ അടിക്കാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 1000 റുപ്പീസ് അത് ഒരു വട്ടം എടുത്തിട്ടുള്ളൂ. ഒരു 10,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കാണിക്കും. 25 പോയിൻറ്റിൻ്റെ ഒരു എസ് എല്ലും വെച്ചിട്ടുണ്ട്. 277 എസ് എല്ലും വെച്ചിട്ടുണ്ട്. Let's go. ഇവരെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെയാണ് ഇത് ഹോൾ സൈഡാണ് അല്ലേ? ബാങ്ക് നിഫ്റ്റി ഹോൾ സൈഡിലാണ് കൂടുതലുള്ളത്. നിഫ്റ്റി കുറച്ച് ബുള്ളിഷായിട്ടാണ് പോകുന്നത്. Wow. Well, എല്ലാ ദിവസവും ഇതന്നെ എനിക്ക് കണ്ടിച്ചു. എല്ലാ ദിവസവും ഇതന്നെ 500 എത്തി. കുറച്ചുകൂടെ ഉള്ളൂ ടാർഗറ്റ്. എനിക്ക് കുറച്ചുകൂടെ ഉള്ളൂ, ഒരു ഇച്ചിരി കൂടെ ഉള്ളൂ ടാർഗറ്റ്. കാര്യം ചെയ്യാം, ഈ ടാർഗറ്റ് എത്തുമ്പോൾ നൈസിൽ ഞാൻ മാർക്കറ്റിൽ തന്നെ എക്സിറ്റ് ആകാം.
അതെ. ഹായ്. അവിടെ പോയോ? അടിച്ചു പോയോ? ഫക്ക്. എന്റെ പൊന്നാളിയ. ഞാൻ ഈ ഫോണിൽ നിന്ന് നോക്കട്ടെ. നെറ്റ് പോയതാന്ന് തോന്നുന്നു. നെറ്റ് പോയത്. ഞാൻ എന്തായാലും മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളി ട്രേഡ്. നെറ്റ് പോയതാ. ഓക്കെ, കിട്ടിയ പ്രൈസിൽ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. എന്റെ പൊന്ന, ഇമാതിരി ഒരു ദുരന്ത ട്രെയിനർ ഞാൻ തന്നെ ഉണ്ടാവും. എന്താ അവസ്ഥ നോക്ക്, എന്താ അവസ്ഥ നോക്ക്. ഇത് ഞാൻ എൻ്റർ ചെയ്തത്, ഞാൻ ഇതിൽ ചാർട്ടിൽ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റർ ചെയ്തത് 302.45 എന്നിട്ട് എക്സിറ്റ് ആയത് ഞാൻ കാണിച്ചു തരാം. എക്സിറ്റ് ആയത് 475. ഓക്കെ, 475 കറക്റ്റ് 475 എക്സിറ്റ് ആയത്. 170 പോയിന്റ്, 30 ടോട്ടൽ 170 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് ഇതല്ലായിരുന്നു. പക്ഷെ ടൈമിംഗ് ഉണ്ടല്ലോ, എന്താ ടൈമിംഗ് ഒന്നും പറയാൻ. അത്ര ടൈമില്ല. കറക്റ്റ് എക്സിറ്റ് ആവുന്ന ടൈമിൽ ഇപ്പോഴും വന്നിട്ടില്ല. നെറ്റ് ഉണ്ട് കണ്ടോ. ഞാൻ ഇവിടെ നീങ്ങുമ്പോ സംഭവം ഇവിടെ ഞാൻ കാണിച്ചത്. നെറ്റ് പോയിട്ടില്ല, നെറ്റ് ഉണ്ട്. ഇത് ഇവരെ ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇത് നെറ്റ് വന്നതിന് ശേഷം പ്രോപ്പർട്ടീസ് ക്ലിയർ ആക്കി കാണിച്ചു തരാം. ബ്രോക്കറേജ് ഇല്ലാന്നും പറഞ്ഞ് യൂസ് ചെയ്യണതാണ് ഈ പ്ലാറ്റ്ഫോം. ഇതിന്റെ അവസ്ഥയാണ്. ഇപ്പൊ ഇതിലൊന്നും കാണാനില്ല. അത് 516 വരെയൊക്കെ പോയിട്ട് ഞാൻ 470 എക്സിറ്റ് ആയത് 580 520 ഒക്കെ എത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പീരീഡായി 5178 രൂപ പ്രോഫിറ്റ് കിട്ടി. ബൈ ചെയ്തത് 302.75. ഇത് എക്സിറ്റ് ആയത് 470.05 എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് അപ്പോൾ എത്ര 173 പോയിന്റ്സ് ആണ് കിട്ടിയത്. അതും എത്ര ടൈം എത്ര ആയിട്ടുള്ളൂ? 9:38. 9:15 മാർക്കറ്റ് ഓപ്പണായി 9:38 ഉള്ളിൽ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു കിടലൻ ദിവസം. എല്ലാം പെട്ടെന്ന് തീർന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബോയ്സ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തത് എന്നുള്ള റീസൺ ഞാൻ പറയാൻ മറന്നു. അപ്പോൾ എല്ലാവർക്കും ഒബ്വിയസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്.
ആണ് ലോവസ്റ്റ് ബയേഴ്സിൻ്റെ SL ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യാനുള്ള റീസൺ, ഞാൻ എൻ്റർ ചെയ്ത ഏകദേശം ഈ ഒരു ഹാൻഡിലാണ് ഞാൻ എൻ്റർ ചെയ്തത്. താഴത്തേക്കുള്ളൊരു പൊസിഷൻ ഞാൻ ഇവിടെയാണ് എൻ്റർ ചെയ്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് ഇതുവരെ വരും, ഈ ഒരു ഏരിയയിൽ വരെ വരും. ഞാൻ എൻ്റർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒബ്വിയസായിട്ടൊരു ട്രെൻഡ് ലൈൻ ഉണ്ടാകുമ്പോൾ ആ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ മോൾക്കൊരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിലൊരു ഇതുണ്ടാവും. ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് പോകാൻ ഞങ്ങൾ എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാതെ മോൾക്ക് പോകുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ഈ വൈറസൊക്കെ ഇവിടെ വന്ന് കയറും. നോർമലായിട്ടും ഇങ്ങനെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന്മേൽ ടച്ച് ചെയ്യാതെ തിരിച്ച് മോൾക്ക് പോകുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ഒരു സമാധാനം ഇല്ലാതെ ആൾക്കാർ, പേഷ്യൻസ് ഇല്ലാതെ ആൾക്കാർ ഈ ക്യാൻഡിലിൽ പിടിച്ച് പോകും. അങ്ങനെ കയറുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇവിടെ ഉള്ള ആൾക്കാരും കൂടി ഇതിൻ്റെ ഇവരെ SL ഇതിൽ താഴെ ഉണ്ടാവും, അതും കൂടി കൂട്ടി മൊത്തത്തിലടിക്കും. ഒരു മൊമെൻ്റ് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ അടിക്കുന്നത്. ഞാൻ ആ ട്രേഡിൻ്റെ എക്സൈറ്റ്മെൻറ്റും പോർട്ടലിൻ്റെ മ്യൂസിക്കലും എല്ലാം കൂടി ആയപ്പോഴേ അത് പറയാൻ മറന്നുപോയി. അപ്പോൾ താങ്ക് യു ഗൈസ്.